മഹിമയോടെല്ലാം പറയുമെന്നാണ് ഞാൻ കരുതിയത്. അവള് സത്യം അറിഞ്ഞ ഒരുപാട് വിഷമിക്കും. കല്യാണം കഴിഞ്ഞ് അവളൊന്ന് സന്തോഷിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അത് തല്ലിക്കെടുത്താൻ എനിക്ക് മനസ്സ് വന്നില്ല. മാത്രമല്ല, ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കല്യാണം നടത്തിയ ആളാണ്. അവളുടെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്നെന്നറിഞ്ഞ അവളാകെ തകർന്നു പോവും. എന്നെങ്കിലും അവള് എല്ലാ സത്യവും അറിയും. അത് പരമാവധി വൈകിപ്പിക്കാൻ മാത്രമാ ഞാൻ ശ്രമിക്കുന്നത്. മഞ്ജു, എനിക്ക് ഗിരിയേട്ടന്റെ ന്യായീകരണങ്ങൾ ഒന്നും കേൾക്കണ്ട. അത് കേട്ടോ എന്റെ ദേഷ്യം കൂടുകയുള്ളൂ. ഗിരിയേട്ടൻ ചെയ്ത തെറ്റിന് ഉറപ്പായും ശിക്ഷ കിട്ടണം. പക്ഷെ അത് തെളിയിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. പീതാംബരൻ സാക്ഷി പറയാൻ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകൾ എനിക്ക് കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും കോടതിയിൽ ഹാജരാക്കും. ഗിരിയേട്ടൻ അർഹിക്കുന്ന ശിക്ഷ വാങ്ങി തരുകയും ചെയ്യും. ഗിരിയേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ദാക്ഷിണ്യം കാണിക്കുമെന്ന് ഗിരിയേട്ടൻ പ്രതീക്ഷിക്കണ്ട. ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നീ എന്നോടുള്ള ദേഷ്യം നമ്മുടെ കുഞ്ഞിനോട് കാണിക്കാതിരുന്നാൽ മാത്രം മതി. ഗിരിയേട്ടനോടുള്ള ദേഷ്യം എന്റെ കുഞ്ഞിനോട് കാണിക്കാൻ മാത്രം മനസ്സാക്ഷി ഇല്ലാത്തവളാണ് ഞാനെന്ന് ഗിരിയേട്ടൻ കരുതുന്നുണ്ടോ? നീ എന്താ ചെയ്യുന്നത്? ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാതെ എനിക്ക് ഗിരിയേട്ടനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിന് നീ താഴെ കിടക്കണമെന്നില്ലല്ലോ. ഞാൻ സിറ്റിംഗ് റൂമിൽ കിടന്നോളാം. അത് വേണ്ട. നമ്മൾ തമ്മിലുള്ള പ്രശ്നം വെറുതെ ബാക്കിയുള്ളവരെ അറിയിക്കണ്ട. അമ്മ ഇതൊക്കെ അറിഞ്ഞ ഒരുപാട് വിഷമിക്കും. എന്നാ ഞാൻ താഴെ കിടന്നോളാം. ഗിരിയേട്ട, അത് തർക്കിക്കണ്ട. നീ കുഞ്ഞിന്റെ കാര്യം നോക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നതാ. നീ കട്ടിൽ കിടന്നോ.